മതപീഡനങ്ങളുടെ കറുത്ത നാളുകളിൽ ലോകത്തെ വിറപ്പിച്ച കമ്മ്യൂണിസ്റ്റ് തോക്കുകളെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് നേരിട്ട 10 വയസ്സുകാരി ലീയുടെ ജീവിതം ഇപ്പോഴും എല്ലാവർക്കും പ്രചോദനമാണ്. സക്രാരിയിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ദിവ്യകാരുണ്യത്തെ സ്വന്തം ജീവൻ നൽകി സംരക്ഷിച്ച ഈ കൊച്ചു പെൺകുട്ടി കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ആത്മീയ വിസ്മയങ്ങളിലൊന്നായി ഇന്നും നിലകൊള്ളുന്നു. 1950കളിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മതപ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ കാലത്താണ് ഈ നടുക്കുന്ന സംഭവം നടക്കുന്നത്. 1953 മെയ് മാസത്തിൽ തൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ച ലീ, എൻ്റെ ആത്മാവ് ജീവിക്കാനായി ആത്മീയ ഭക്ഷണം എനിക്കെന്നും നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഒരു ദിവസം സൈനികർ അവളുടെ ഗ്രാമത്തിലെ പള്ളിയിൽ ഇരച്ചു കയറുകയും വൈദികനായ ഫാദർ ലൂക്കിനെ തടവിലാക്കുകയും ചെയ്തു. വിശ്വാസത്തെ പരിഹസിച്ച സൈനിക ഇൻസ്പെക്ടർ സക്രാരിക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് സക്രാരി തുറന്ന് ദിവ്യകാരുണ്യം സൂക്ഷിച്ചിരുന്ന കുസ്തോതി നിലത്തെറിഞ്ഞു. പള്ളിയുടെ കൽക്കരിപ്പുരയിൽ തടവിലാക്കപ്പെട്ട ഫാദർ ലൂക്ക് ജനാലയുടെ കണ്ട കാഴ്ചകൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. സൈനികരുടെ കണ്ണുവെട്ടിച്ച് ഓരോ രാത്രിയും ലീ പള്ളിയിൽ പ്രവേശിച്ചു. തറയിൽ വീണുകിടക്കുന്ന തിരുവോസ്തിക്ക് മുന്നിൽ അവൾ 1 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് തിരുമണിക്കൂർ ആരാധന നടത്തി. സിസ്റ്റർ പഠിപ്പിച്ചു കൊടുത്തതുപോലെ വൈദികരല്ലാത്തവർ ദിവ്യകാരുണ്യത്തിൽ സ്പർശിക്കരുതെന്ന നിയമം പാലിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ഓരോ ദിവസവും ഓരോ തിരുവോസ്തി വീതം അവൾ മുട്ടുകുത്തി നാവുകൊണ്ട് മാത്രം സ്വീകരിച്ചു പോന്നു. ഇത്തരത്തിൽ 31 ദിവസങ്ങൾ അവൾ തൻ്റെ പ്രാണനാഥനെ സ്വീകരിച്ചു. 32ാം ദിവസം നിലത്തുണ്ടായിരുന്ന അവസാനത്തെ തിരുവോസ്തി സ്വീകരിക്കാനായി അവൾ പള്ളിയിലെത്തി. പ്രാർത്ഥന കഴിഞ്ഞ് അവസാനത്തെ വിശുദ്ധ കുർബാന അവൾ നാവിലേക്ക് സ്വീകരിച്ചു. എന്നാൽ ഈ സമയം ഒരു സൈനികൻ പള്ളിയുടെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുകയും അവൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. വെടിയേറ്റു വീണ ലീ മാരകമായ വേദനകൾക്കിടയിലും ഇഴഞ്ഞു നീങ്ങി അവസാന തിരുവോസ്തിയും പൂർണ്ണമായും ഉൾക്കൊണ്ടുവെന്ന് ഉറപ്പാക്കി. ആ പള്ളിമുറ്റത്ത് വെച്ച് അവൾ തൻ്റെ അവസാന ശ്വാസമെടുത്തു. തൻ്റെ ദൈവത്തെ അവഹേളനത്തിന് വിട്ടുകൊടുക്കാതെ അവൾ ജീവൻ വെടിഞ്ഞു. പിന്നീട് സ്വതന്ത്രനായ ഫാദർ ലൂക്കിലൂടെയാണ് ഈ വിവരം ലോകമറിഞ്ഞത്. ഈ സംഭവകഥ പ്രശസ്ത അമേരിക്കൻ ബിഷപ്പായിരുന്ന ഫുൾട്ടൺ ജേഷനെ ആഴത്തിൽ സ്വാധീനിച്ചു. ഒരു പിഞ്ചുകുട്ടി ദിവ്യകാരുണ്യത്തിനായി ഇത്രയധികം ത്യാഗം സഹിച്ചെങ്കിൽ ഒരു വൈദികനായ താൻ അതിലേറെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. തൻ്റെ ആത്മകഥയിൽ ബിഷപ്പ് ഷീൻ സാക്ഷ്യപ്പെടുത്തുന്നത് ലീ എന്ന പെൺകുട്ടിയാണ് തൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്താൻ പ്രചോദനമായതെന്നാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള സൺഡേ സ്കൂൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വിശ്വാസത്തിൻ്റെ വലിയൊരു പാഠപുസ്തകമായി കുഞ്ഞു ലീ നിലകൊള്ളുന്നു.